ഇന്ന് ഇന്ന് ബലി പെരുന്നാളാണല്ലേ, ബലി പെരുന്നാൾ. ബലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഈ ബലി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ, ഇത് വളരെ കൃത്യമായിട്ട് ബലി പെരുന്നാളിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അറുക്കുന്ന അത് രക്തമോ മാംസമോ എനിക്ക് ആവശ്യമില്ല എന്ന് സൃഷ്ടാവ് തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന സമർപ്പണമല്ലേ, കംപ്ലീറ്റ് സമർപ്പണം, സറണ്ടർ. സറണ്ടർ ആണ് ഒരു ബലിയിലൂടെ പ്രതീകവൽക്കരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓണം വലിയൊരു സറണ്ടറാണ്. ഉള്ളതെല്ലാം സമർപ്പിച്ച ഒരു സറണ്ടർ. ഈസ്റ്റർ സ്വന്തത്തെ തന്നെ സമർപ്പിച്ചതിന്റെ, സ്വന്തത്തെ തന്നെ, മൊത്തം ശരീരത്തെ തന്നെ ബലി നൽകിയ, ശരീരത്തെ തന്നെ, സ്വന്തം ആളെ തന്നെ ബലി നൽകിയ, ആളെ തന്നെ ബലി നൽകിയ, അത് സറണ്ടർ. എല്ലാത്തിലും നിങ്ങൾക്ക് സൂചനയുണ്ട്, എല്ലാത്തിലും. ബലി പെരുന്നാളിലും ഓണത്തിലും എല്ലാത്തിലും, എല്ലാ ആഘോഷങ്ങളിലും മനുഷ്യർക്ക് ഒരു മധുരപലഹാരം പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കാണൂല, പുറത്തുള്ള പുതിയ എല്ലാരും കാണുള്ളൂ, അകത്തുള്ളതാരും കാണൂല. എല്ലാവരും അതിനെക്കുറിച്ച്, പുറത്തുള്ളതിനെ കുറിച്ചായിരിക്കും ചർച്ച. ഞാൻ എത്ര വലിയ ഒരുവിനെയാണ് അറുത്ത് ഇത് ബലി നൽകുന്നത്, അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ മാംസം വിതരണം, അല്ലെങ്കിൽ ഞാൻ ആഘോഷങ്ങൾ നടത്തുന്നതിനെ കുറിച്ച്, അതിന്റെ ഉള്ളിലുള്ള സീക്രട്ടിനെ കുറിച്ച് അവിടെയാണ് മനുഷ്യന്റെ ടെൻഷനും ഇതൊക്കെ തുടങ്ങുന്നത്. മഞ്ജുവാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ റീവയർ ചെയ്യണം. ചിന്തകളെ എന്തിനാണത്? മോട്ടിവേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും നിങ്ങൾക്ക് ഫലിക്കാത്ത എന്തുകൊണ്ടാണ്? ഇതെല്ലാം ശാസ്ത്രമാണെങ്കിൽ സ്വിച്ച് ഇടുമ്പോൾ കത്തുന്ന പോലെ കത്തണം. നിങ്ങൾ പറയാണ് മോട്ടിവേഷൻ എടുത്തു, ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ മോട്ടിവേറ്റഡ് ആണ്, സ്വിച്ച് ഇട്ടു. പിന്നെ ആ വെളിച്ചം മരണം വരെ നിൽക്കണം. എന്തുകൊണ്ട് നിൽക്കുന്നില്ല? നിങ്ങൾ കാറിന് പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയാണ്, കാറിന്. മനസ്സിലായോ? മോട്ടിവേഷനിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയോ, ട്രെയിനേഴ്സ് എല്ലാം എഴുതി വെച്ചു. പല ട്രെയിനർമാരുണ്ട് ഇതിനകത്ത്, പല രീതിയിലുള്ള. ഈ ട്രെയിനർമാര് നമ്മളിപ്പോ ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മോട്ടിവേഷൻ അല്ലെങ്കിൽ മൈൻഡ് പവർ ഒക്കെ കൊടുക്കുന്നവർ നമ്മൾ ചെയ്യുന്നത് കാറിന് പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയാണ്, പെയിന്റ്സ്. എൻജിൻ റീകണ്ടീഷൻ ചെയ്യുന്നില്ല, എൻജിൻ. യെസ് ലിബിൻ സാർ, എൻജിൻ എൻജിനാണ് ഈ സോൾ റീകണ്ടീഷൻ. എൻജിൻ റീകണ്ടീഷൻ ചെയ്യണില്ല, എൻജിനാകെ കരിയും പുകയും പിടിച്ച് നാശമായിരിക്കുകയാണ്. പുറത്ത് പോളിഷ് അടിച്ചിട്ട് പറയുകയാണ് ഞാൻ പുതിയതായി. അതാണ് മൈൻഡ് പവർ, അതാണ് മോട്ടിവേഷൻ. മൈൻഡ് പവറിനപ്പുറത്ത് മോട്ടിവേഷൻ. ഭയങ്കര മോട്ടിവേഷൻ ക്ലാസ് ഒരെണ്ണം കേട്ടുപോയി, ഒരു പവർ കൂട്ടാനുള്ള ക്ലാസ് കേട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ആരോഗ്യം വളരെ വിലപ്പെട്ടതാണ്. ആരോഗ്യം, സമ്പത്ത്, സമാധാനം, ആരോഗ്യം, സമ്പത്ത്. സമാധാനം, ആരോഗ്യം, സമ്പത്ത്. ഒരാള് ആക്സിഡന്റ് പറ്റി കിടപ്പായി പോയി, അയാളുടെ ആരോഗ്യം നഷ്ടപ്പെടുവാണ്. പക്ഷെ അയാൾക്ക് എപ്പോഴും വേണ്ടത് സമാധാനം വേണം, സമ്പത്തും വേണം. ഇതെല്ലാം നിങ്ങളിലേക്ക് ഒഴുകി വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എഞ്ചിൻ റീകണ്ടീഷൻ ചെയ്യണം. എത്ര പേരുണ്ട് ഇതിനകത്ത്? കറക്റ്റ് 41 ദിവസം കോർഡിനേറ്റേഴ്സ് ആരാളെ? ഒരു സ്ക്രീൻഷോട്ട് എടുത്തേ. 41 ദിവസം പൂർത്തിയാക്കിയ ആളുകൾ മാത്രം. മീ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് 41 ദിവസം പൂർത്തിയാക്കിയ ആളുകൾ മാത്രം ടൈപ്പ് ചെയ്തിടുക. 41 ദിവസം കൃത്യമായിട്ട്, ഒരു ദിവസം പോലും മിസ്സാക്കാതെ. വെരി ഗുഡ്. ഒരു ദിവസം പോലും മിസ്സാവരുത്. വെരി ഗുഡ്. 8-10 പേര് കാണും.
അല്ലെ? 41 ദിവസം പൂർത്തിയാക്കിയവർ. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കൂടി കൂടി വരും. നിങ്ങൾ 41 ദിവസം പൂർത്തിയാക്കിയവർ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ്. കഴിഞ്ഞ 41 ദിവസത്തിന് മുമ്പ് നിങ്ങളുടെ ജീവിതവും ഇന്നത്തെ ജീവിതവും നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഭയം വിട്ടുപോയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് പൈസയോ അല്ലെങ്കിൽ മറ്റൊന്നും ആലോചിച്ചോ ടെൻഷൻ ഉണ്ടാവൂല. 41 ദിവസം തുടർച്ചയായി പങ്കെടുത്ത ആളുകൾക്ക് അവരുടെ ആരോഗ്യ സിസ്റ്റത്തിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ്, അത് ഫസ്റ്റ് സ്റ്റേജ് സമാധാനമാണ്. ആ സമാധാനമാണ് ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റേജിൽ ആരോഗ്യമായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുക. തേർഡ് സ്റ്റേജിൽ സമ്പത്തായിരിക്കും. ഒരു 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 സൈക്കിളാണിത്. ഏറ്റവും ആദ്യം മനുഷ്യന് വേണ്ടത് ധൈര്യമാണ്. ധൈര്യം. ആ ധൈര്യമാണ് ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓൾറെഡി ഹലോ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. എന്നാലും നിങ്ങൾ ആദ്യത്തെ തൊട്ട് മെഡിറ്റേഷൻ ആണ് വേണ്ടത്. പ്രോസസ്സ് 41 ദിവസം പൂർത്തിയാക്കുകയാണ് വേണ്ടത്. പ്രോസസ്സ് 41 ദിവസം പൂർത്തിയാക്കും. അത് വലിയൊരു കടമ്പയാണ്. എല്ലാവർക്കും സാധിക്കുന്നതല്ല. ഒരു ദിവസം പോലും മിസ്സാക്കാതെ. പല കാരണങ്ങളുണ്ടാവും. പല കാരണങ്ങൾ. ഞാൻ 41 ദിവസമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. എനിക്ക് 100 കാരണങ്ങളുണ്ട്. ഒഴിവാക്കാനും ഒഴിവാവാനും 100 കാരണങ്ങൾ എനിക്കുണ്ട്. 100 കാരണങ്ങൾ. 41 ദിവസം ആ 100 കാരണങ്ങളെയും പുറന്തള്ളിയാണ് വന്നിരിക്കുന്നത്. 100 കാരണങ്ങളെയും പുറകോട്ട് തള്ളിയിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു വിൽ പവർ ആണ്. ആ ഫസ്റ്റ് നേടേണ്ടത് ആ വിൽ പവർ ആണ്. അതിൽ നിന്നാണ് സമർപ്പണം ആരംഭിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ വണ്ടേഴ്സിനെ കാണുന്നത്, അത്ഭുതങ്ങളെ കാണാൻ പറ്റുന്നത്, മിറാക്കിൾ കാണാൻ പറ്റുന്നത്. അവിടെയാണ്. നിങ്ങളുടെ ആത്മാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവിനോട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു അത്ഭുതം കണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. നിങ്ങളുടെ ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്നപ്പോ നിങ്ങൾ നക്ഷത്രത്തെ കണ്ടതോ, അതിനെ കണ്ടിട്ട് വണ്ടർ ഒരു ചന്ദ്രനെ കണ്ടിട്ട് വണ്ടർ അടിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടാവും. കണ്ണുകൊണ്ട് മാത്രമായിരിക്കില്ല അന്ന് നിങ്ങൾ അതിനെ കണ്ടിട്ടുണ്ടാവുക. അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക നിങ്ങളുടെ സോളിൽ നിന്നായിരിക്കും, ആത്മാവിൽ നിന്നായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അത് നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ ഈ ജീവിതമാകുന്ന യാത്രയിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ എവിടെയോ അത് നിങ്ങൾക്ക് നഷ്ടമായി. അവിടെയാണ് നിങ്ങൾക്ക് യുക്തി കയറി വരുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തു. നിങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്, ഭയങ്കര അനുഭവങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിരവധി അനുഭവങ്ങളുണ്ട് നിങ്ങൾക്ക്. കയ്പേറിയതും സന്തോഷമേറിയതുമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങൾക്ക് യുക്തി കയറി വന്നു. ഞാൻ ഉത്തരവാദിത്തമുള്ള ആളാണ്, എനിക്ക് പ്രായപൂർത്തിയായി, നിങ്ങൾ വണ്ടർ ചെയ്യുന്നത് അവസാനിപ്പിച്ചു പോയി. വണ്ടർ ആകുന്ന അവസാനിപ്പിച്ചു പോയി. ആ അടച്ച വാതിൽ വണ്ടർ ഭയത്തിലൂടെയാണ് അവസാനിപ്പിച്ചത്. ആദ്യം ഭയത്തിലൂടെ ഫസ്റ്റ് നിങ്ങളുടെ അതീന്ദ്രിയ ജ്ഞാനം, നിങ്ങളുടെ അകക്കണ്ണ് അടഞ്ഞു പോയത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏതോ ഒരു ഭയത്തിൽ നിന്നാണ്. ഏതോ ഒരു ഭയം. ആ അതീന്ദ്രിയ ജ്ഞാനമാകുന്ന ആ കണ്ണിനെ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ പറയും പോലെ തേടൈ ചക്രാസ് ഇതൊന്നും അല്ല. അതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ കണ്ണ് തന്നെ നിങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടാവും. കണ്ണ് തന്നെ. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേരുണ്ടാവും ഞാൻ കണ്ണ് കണ്ടു എന്ന് പറയുന്നു. കണ്ണ് തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഒരു കണ്ണിനെ തന്നെ, ശരിക്കും ഒരു കണ്ണ് തന്നെ കണ്ടിട്ടുണ്ടാവും. അതൊന്നും അല്ല, അതിനെല്ലാം അപ്പുറത്ത് നിങ്ങളുടെ കംപ്ലീറ്റ് എൻജിൻ റീകണ്ടീഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സമർപ്പണം, ബലി. സ്വന്തം മകനെ സമർപ്പിക്കാൻ തയ്യാറായവർ. അതാണ്
ആ സമർപ്പണമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ആ സമർപ്പണം. അഞ്ജുമോൻ പറഞ്ഞ ഒരു കുട്ടിയുണ്ട്, നമുക്ക് എത്ര സ്നേഹമാണ് നമ്മുടെ കുട്ടികളോട്, അല്ലെ? നമുക്ക് തീർത്താൽ തീരാത്ത സ്നേഹം, ഒരു അമ്മയ്ക്കുള്ള സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുട്ടിയെ സൃഷ്ടാവിന് ബലി നൽകണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അത് കഴുത്തറക്കുക. ബലി നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം പോലും, ആ ഒരു സ്നേഹം പോലും നിങ്ങൾ ത്യജിക്കണം സൃഷ്ടാവിന്റെ അടുത്ത്. അതാണ് സൃഷ്ടാവിനോടുള്ള സ്നേഹം. നാളെ ഞാൻ പറയുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ്. നാളെ രാവിലെ മിസ്സാക്കരുത് കേട്ടോ, മിസ്സാക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രാർത്ഥന ഫലിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് നാളെ മനസ്സിലാവും. എന്ത് പ്രാർത്ഥിച്ചാലും ഫലിക്കണം, അല്ലേ? എന്ത് പ്രാർത്ഥിച്ചാലും ഫലിക്കണം. എന്തുകൊണ്ട് ഫലിക്കുന്നില്ല എന്നുള്ളത് നാളെ പറയാം. അപ്പൊ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന എന്നായിരുന്നു? ആരിലും ഒരാളൊന്ന് ഉണർത്തി. എന്നാ ഞാൻ അത് പറഞ്ഞതിന് തൊട്ട് മുമ്പ് പറഞ്ഞു. ഉം ഉം അതാണ് സമർപ്പണം. അതാണ് സമർപ്പണം. സ്വന്തം മകനെ ബലി നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തറുക്കുക എന്നല്ല ചിന്തിക്കേണ്ടത്. സ്വന്തം മകനെ ആ അമ്മ ചോദിക്കുവാണ്, അമ്മയാണ് ഏറ്റവും സ്നേഹമുള്ളത്. അമ്മ ചോദിക്കുവാണ്, രക്ഷിതാവ്, സൃഷ്ടാവ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഈ മകനെയും ത്യജിക്കണമെന്ന്? എങ്കിൽ സന്തോഷത്തോടു കൂടി ഞാൻ ത്യജിക്കുന്നു. അമ്മ പറയുകയാണ്. അമ്മ മകനെ തയ്യാറാക്കി അയക്കാണ് ബലി നൽകാൻ. അതായത് അതാണ് സമർപ്പണം. ദാറ്റ് ഈസ് സറണ്ടർ. സറണ്ടർ, കംപ്ലീറ്റ് സറണ്ടർ. മക്കളും സമ്പത്തും നമ്മൾ നേടിയതെല്ലാം, അതാണ് നമ്മുടെ ഭാവം, അതാണ് നമ്മുടെ അഹം. അഹം അഹം ബ്രഹ്മാസ്മി. അഹം, അഹത്തെ പൂർണ്ണമായിട്ടും ത്യജിക്കുകയാണ് അവിടെ. പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും. ബുദ്ധിമാനാണ് കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുന്നത്. ബുദ്ധിമാൻ, ബുദ്ധിയുള്ള മനുഷ്യനാണ് കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുന്നത്, ബുദ്ധി കൂടിയിട്ട്. വണ്ടർ, വണ്ടറാണ് ആകാശം, വണ്ടറാണ് സമുദ്രം, അത്ഭുതം. ബുദ്ധി കൂടിപ്പോയിട്ട് ആ ബുദ്ധിയുടെ ലോജിക്കിനുള്ളിൽ തളച്ചിട്ടിരിക്കുകയാണ് മനുഷ്യനെ, തളച്ചിട്ടിരിക്കുകയാണ്. അവിടെയാണ് നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടും എല്ലാം വരുന്നത്. എല്ലാം വരുന്നത്. എനിക്ക് പണം വേണം, നാളെ ഞാൻ എങ്ങനെ കടന്നു പോകും? ഒരു സന്യാസിയുടെ കഥയുണ്ട്. അദ്ദേഹം ഡെയിലി വിറക് വെട്ടുവാണ്. സന്യാസി വിറക്, ഒരു സൂഫി വിറക് വെട്ടുകയാണ്. വിറക് വെട്ടിയാൽ കിട്ടുന്നത് 1 രൂപ. പഴയ കാലഘട്ടമാണ്. അതുകൊണ്ട് 2 റൊട്ടി ഉണ്ടാക്കാനുള്ള പൈസ കിട്ടും. 2 റൊട്ടി. 2 റൊട്ടി അദ്ദേഹം ഉണ്ടാക്കും, 1 റൊട്ടി ദാനം ചെയ്യും, 1 റൊട്ടി അദ്ദേഹം ഭക്ഷിക്കും. ഒരിക്കൽ ആ നാട്ടിലൂടെ ഒരു യാത്രാ സംഘം പോവുകയാണ്. ആ നാട്ടിൽ നിന്ന് ഒരു യാത്രാ സംഘം, നാട്ടിൽ നിന്ന്. അവരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് എന്റെ ഗുരുനാഥൻ ഉണ്ട്. ഗുരുനാഥനോട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കച്ചവട സംഘം പോവാണ്. ഇദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന ആളുകളാണ്. ഇദ്ദേഹം ഈ കൂലിപ്പണി ചെയ്യുന്നതും ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കറക്റ്റ് 1 രൂപ ഉണ്ടാക്കുന്നതും അതിൽ ഒരെണ്ണം ദാനം ചെയ്യുന്നതും ഒരെണ്ണം ഭക്ഷിക്കുന്നതും അദ്ദേഹത്തെ അവർക്കറിയാം. 1 റൊട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ കച്ചവടക്കാർ ചെല്ലുമ്പോ ഇതിനേക്കാൾ ഒരു ദരിദ്രനായ ഗുരുവിനെ അന്വേഷിച്ചാണ് പോണത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര കോടീശ്വരനായ ഗുരു. ഉം എല്ലാം ഉണ്ട്. കാറുകള്, സോറി, വിവിധ രഥങ്ങള്, വലിയ മണിമാളിക, എല്ലാം ഗുരുവിനുണ്ട്. അപ്പൊ ശിഷ്യൻ ചോദിക്കും, ശിഷ്യൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ ഇനി എന്നാ ചെയ്യണമെന്ന്. അവനോട് ഇവര് വന്ന് യാത്രക്കാർ വന്ന് ചോദിക്കുവാണ്, അവരിങ്ങനെ ശിഷ്യൻ പറഞ്ഞു വിട്ടുണ്ട് ഇനി ഞാൻ എന്നാ ചെയ്യുന്നത്. അപ്പൊ ഈ ഗുരുനാഥൻ പറയാണ് അവനോട് ഈ ഭൗതികതയോടുള്ള പ്രേമം ഒന്ന് അവസാനിപ്പിക്കാൻ പറയാൻ. ഒരു ദിവസം പണിയെടുത്തിട്ട് ആകെ 1 രൂപ ഉണ്ടാക്കി 2 റൊട്ടി ഉണ്ടാക്കി അതിൽ 1 റൊട്ടി ദാനം ചെയ്ത് 1 റൊട്ടി തിന്നുന്ന ശിഷ്യനോട് പറയാണ് ഭൗതികത അവസാനിപ്പിക്കാൻ. ഇതാണ് കണ്ടീഷൻ. ഇതാണ് നിങ്ങൾക്കുള്ള കണ്ടീഷൻ. ഭൗതികത അവസാനിപ്പിക്കുക. യാത്രാ സംഘം തിരിച്ചു വന്നു.
ഈ സന്യാസി ഓടിച്ചെന്ന് എന്റെ ഗുരുനാഥൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ആ യാത്രാസംഘം തിരിച്ചു വന്നു പറഞ്ഞു ഓടിച്ചെന്നു. ഞങ്ങളവിടെ പോയി. പുള്ളി ഭയങ്കര കോടീശ്വരനാ. അത് പറഞ്ഞു നീ ഈ ഭൗതികമായ ആഗ്രഹം അവസാനിപ്പിക്കണം. ഉടനെ ആ സന്യാസി അവിടെ ഇരുന്ന് കരയുകയാണ്, കരയുകയാണ്. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഓരോ ദിവസവും 1 രൂപ കിട്ടുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു, നാളെ എനിക്ക് 1 രൂപ കിട്ടുമോ? നാളെ എനിക്ക് 2 റൊട്ടി ഉണ്ടാക്കാൻ കഴിയുമോ? 1 റൊട്ടി ദാനം ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു, 1 റൊട്ടി എനിക്ക് ദാനം ചെയ്യാൻ കഴിയുമോ? നാളെ എനിക്ക് ഈ 2 റൊട്ടി തന്നെ കിട്ടുവോ? 1 റൊട്ടി ഞാൻ തിന്നുമ്പോൾ ചിന്തിച്ചിരുന്നു, നാളെ എനിക്ക് 1 രൂപ കിട്ടുവോ? ഇപ്പോഴും ആ ഭൗതികത സമർപ്പിച്ചിട്ടില്ല പൂർണ്ണമായും. അവിടെയാണ് നമ്മുടെ വിഷമം. അവിടെയാണ് നമ്മുടെ വേദന. അവിടെയാണ് നമ്മുടെ സങ്കടങ്ങൾ തുടങ്ങുന്നത്. അവിടെയാണ് നമ്മുടെ എല്ലാ വിഷമങ്ങളും തുടങ്ങുന്നത്. മനസ്സിലാക്കിക്കോ. മനസ്സിലാക്കിക്കോ. 41 ദിവസം ആക്കിയ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പൂർണ്ണമായും സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. ആ. നിങ്ങളുടെ സമ്പത്തിനെയും സമ്പാദ്യത്തെയും എല്ലാത്തിനെയും എല്ലാം വലിച്ചെറിയണം എന്നല്ല കേട്ടോ. എല്ലാം ആർക്കും ദാനം ചെയ്യണം എന്നല്ല. അതൊന്നുമല്ല. അത് നാളെയും വരും എന്ന സമർപ്പണമാണ് സമർപ്പണം. അവിടെയാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. അവിടെയാണ് പരാതികൾ നിറഞ്ഞ മഞ്ജുമാൻ പറഞ്ഞില്ലേ, പരാതികൾ നിറഞ്ഞ ഒരു മനസ്സിന് അത്ഭുതങ്ങളെ തരാൻ കഴിയില്ല. പരാതികളെ നിങ്ങൾ സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്യണം പരാതികളെ. സറണ്ടർ ചെയ്യണം. നിങ്ങൾക്ക് പല പരാതി ഉണ്ടാവും. എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അസുഖമാണ്, എനിക്ക് അതാണ് ഇതാണ്, എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് പരാതികൾ ഉണ്ടാവും. എനിക്ക് സമ്പത്തില്ല. ആ പരാതികളെല്ലാം നിങ്ങൾ സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്യണം. അവിടെ ഒന്നും യുക്തി നിങ്ങൾ നോക്കരുത്. യുക്തി പരാതി കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയത്തിന് ഒരിക്കലും അത്ഭുതം മിറാക്കിൾ സ്വീകരിക്കാൻ കഴിയില്ല. മിറാക്കിൾ നിങ്ങൾ ഇതെല്ലാം സറണ്ടർ ചെയ്ത് നിങ്ങൾ ശൂന്യമായാൽ നിങ്ങൾ ഒരു കുട്ടിയായി മാറും. നിങ്ങൾ കുഞ്ഞു കുട്ടിയായി മാറും. ശുദ്ധമായ, നിർമ്മലമായ, ശുദ്ധമായ ഒരു ഇടമായി മാറും. ശുദ്ധമായ ഒരിടം, ശൂന്യമായ ശുദ്ധമായ ഒരു പാത്രം. അവിടെയാണ് ഡിവൈൻ വന്ന് നിറയുന്നത്. ഇത് ഫിലോസഫി അല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് ഫിലോസഫി അല്ല. ഇതാണ് നിഗൂഢമായ സത്യം. ഇതാണ് രസതന്ത്രം. ഇതാണ് ആൽക്കമി. നിങ്ങൾ എന്നാണോ ആശ്ചര്യങ്ങളിൽ നിന്ന് ചിന്തയിലേക്ക് മാറിയത്, അന്ന് നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ഒരു ലോകത്തിലേക്ക് പോയി. വ്യാജമായ ഒരു ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി. നിങ്ങളെ കൊണ്ടുപോയി. അതാരും പരാതി പറയാൻ പറ്റില്ല. കൊണ്ടുപോയതാണ്. കൊണ്ടുപോയതാണ്. നിങ്ങളെ കൊണ്ടുപോയതാണ്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും പല പേരുകൾ കാണും. പല പേരുകൾ നിങ്ങൾക്ക് കാണും അതിന്. നിങ്ങൾ അതിന് നെഗറ്റീവ് തോട്ട്സിനോ എന്ത് 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 വേണമെങ്കിലും പേരിടാം. അതെല്ലാം നിങ്ങൾ മാറ്റിവെക്കണം. അതെല്ലാം. എന്നാണോ നിങ്ങൾ ആശ്ചര്യപ്പെടാൻ തുടങ്ങുന്നത്, എന്നാണോ നിങ്ങൾ വണ്ടറടിക്കാൻ തുടങ്ങുന്നത്, അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ. കോർഡിനേറ്റേഴ്സ് എല്ലാ ഗ്രൂപ്പുകളിലും ഒന്ന് മെസ്സേജ് ഇടുക കേട്ടോ. നമ്മള് ഒരു 5 മിനിറ്റും കൊണ്ട് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 5 മിനിറ്റും കൊണ്ട് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റ് 5 മിനിറ്റ്. എല്ലാ ഗ്രൂപ്പിലും മെസ്സേജ് ഇടുക. കയറാനുള്ള ആളുകളോട് കയറാൻ പറയും. ഞാനൊരു 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനി ആ വണ്ടറിലേക്ക് തിരിച്ചു പോകാൻ കഴിയുക, എങ്ങനെയാണ് നിങ്ങൾ ഇനി മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ പോകുന്ന ഒരു ലക്ഷ്യം ഉണ്ടാവും. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇന്ന സ്ഥലത്തെത്തണം, ഇന്ന ഇടത്തേട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും പോവുക. ആ ലക്ഷ്യം മറക്കുക നിങ്ങൾ. ഓക്കെ, അങ്ങോട്ട് തന്നെ പോയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇനി മുതൽ പ്രകൃതിയെ കാണാൻ തുടങ്ങുക. പ്രകൃതിയെ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. മനുഷ്യരെ, പ്രകൃതിയെ, വ്യത്യസ്ത ആളുകളെ, വ്യത്യസ്ത സ്ഥലങ്ങളെ. ഭൂമിയെ, ആകാശത്തെ ഓരോ ദിവസവും
ഓരോ ദിവസവും നിങ്ങൾക്ക് വ്യത്യസ്തത കാണാൻ പറ്റും, വ്യത്യസ്ത ആളുകളെ കാണാൻ പറ്റും, വ്യത്യസ്തമായ ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ഓരോ ദിവസവും. ഓരോ ഇതും കാണുമ്പോൾ, ഒരു പക്ഷിയെ കാണുമ്പോൾ, ഒരു പറവയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതുതായി എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക, എന്താണ് എന്താണ് ഇതിൽ മറഞ്ഞിരിക്കുന്നത്, എന്താ എന്ത് എന്ത് ഡിവൈനിറ്റിയാണ് ഉള്ളത്. രണ്ടാമതായി, നിങ്ങൾ എല്ലാ ദിവസവും ചായയോ വെള്ളമോ എന്തെങ്കിലും നിങ്ങൾ കുടിക്കുമ്പോൾ അതിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിൽ പറയുക, ഈ വെള്ളം ഞാൻ കുടിക്കുന്നത് ഡിവൈനിൽ നിന്നാണ്. ഡിവൈൻ, അതാണ് ഡിവൈൻ ആയിട്ടുള്ള ഡിവൈൻ 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 ആയിട്ടുള്ള വെള്ളത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് യഥാർത്ഥ ഡിവൈൻ ആയിട്ടുള്ള വെള്ളം. നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട് ഡിവൈൻ ആയിട്ടുള്ള വെള്ളം. മഞ്ജുമാൻ പറഞ്ഞില്ലേ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച്? അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാം ചേർന്നത്, ഡിവൈനിറ്റിയും മൈൻഡ് പവറും മോട്ടിവേഷനും എല്ലാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് മോട്ടിവേഷന്റെയും മൈൻഡ് പവറിന്റെയും ഒക്കെ അങ്ങേയറ്റത്തുള്ള അപ്പൂപ്പനാണ്. ആ അപ്പൂപ്പനാകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. എല്ലാം എല്ലാം അതിൽ വൻ. നമ്മൾ കുടിക്കുന്ന വെള്ളം, ചായ, ഇതെല്ലാം ഞാൻ കുടിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാണ് കുടിക്കുന്നത്? ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങി കുടിക്കുന്നത്? ഈശ്വരന്റെ, സൃഷ്ടാവിന്റെ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ എന്താ കുടിച്ചുകൊണ്ടിരിക്കുന്നത്? പുണ്യജലം. അതാണ് യഥാർത്ഥ പുണ്യജലം. നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കുകയാണ് പുണ്യജലം, എല്ലാ ദിവസവും. ഇങ്ങനെ നിങ്ങൾ കുടിക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. റോ ആയിട്ട് റോ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. റോ ആയിട്ട് അതിന്റെ യഥാർത്ഥ ടേസ്റ്റോട് കൂടി. മറ്റേ ഞാൻ പറഞ്ഞില്ലേ, തൊടുമ്പോഴും കാണുമ്പോഴും സ്പർശിക്കുമ്പോഴും ടേസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ വേറൊരു മിഥ്യാലോകത്താണുള്ളത്. മിഥ്യയാണ് നിങ്ങൾ സ്പർശിക്കുന്നത്. ഇത് ശാസ്ത്രം പറഞ്ഞതാ. 83 മില്ലി സെക്കൻഡ് മുമ്പ് കഴിഞ്ഞു പോയ കാര്യമാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഡിവൈനിൽ നിന്ന് നേരിട്ടാണ് അത് സ്വീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്പൊ തന്നെ ഫീൽ ചെയ്യും. അപ്പൊ തന്നെ ഫീൽ ചെയ്യും. അപ്പൊ തന്നെ ഫീൽ ചെയ്യും. മൂന്നാമതായി, നിങ്ങൾ ശ്വസിക്കുമ്പോൾ, നിങ്ങൾ എല്ലാ ദിവസവും ശ്വാസത്തിന്റെ ആ ആസ്വാദ്യത, ശ്വാസം ഉള്ളിട്ടെടുക്കുമ്പോൾ ശ്വാസം, അതാണ് ഏറ്റവും വലിയ ഡിവൈൻ. ശ്വാസം. നമ്മളാകുന്ന ഫ്രൂട്ടിനെ നമ്മുടെ ഞെട്ടാണ് ശ്വാസം. നമ്മുടെ ഞെട്ടറ്റാൽ ശരീരം തീർന്നു, പിന്നെ സോള് മാത്രമേ ഉള്ളൂ. ഒരു വലിയ മരത്തിലേട്ട് എങ്ങനെയാണ് വൃക്ഷങ്ങളിൽ ഇങ്ങനെ ഈ കായ്കൾ തൂങ്ങിക്കിടക്കുന്നത്? ഞെട്ടിലാണല്ലേ? ആ ഞെട്ടാണ് ശ്വാസം. ഞെട്ട്. ഓരോ തവണ ശ്വസിക്കുമ്പോഴും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക, ഞാൻ ആ അത്ഭുതത്തിന് കീഴടങ്ങിയാണ്, സറണ്ടർ ചെയ്യുകയാണ് കംപ്ലീറ്റ്ലി. ഞാനൊന്നുമല്ല, എല്ലാം എനിക്ക് കിട്ടൂടെ, എല്ലാം. അതിനുള്ള പവർ ഉണ്ട് എന്റെ സോളിന്. ആ സോളാണ് പവർ. ആ, അല്ലാതെ എന്തെങ്കിലും പോയി എവിടെയെങ്കിലും പോയി അടിമയായിട്ട് നിൽക്കുന്നതല്ല. അടിമയായിട്ട് ചില ആൾക്കാരുണ്ട്, ചില സ്ഥലങ്ങളിൽ പോയി അടിമയായിട്ട് നിൽക്കും. അടിമ. അവനോട് പറയുകയാണ്, നിനക്ക് ഇത്ര പവർ ഉണ്ട്, നീ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവന് വിശ്വസിക്കാൻ പറ്റൂല. വിശ്വസിക്കാൻ പറ്റൂല. എനിക്കറിയാം, എനിക്കറിയാം. പലരും പോയി അടിമയായിട്ട് നിൽക്കുന്നു. എന്റെ വിദ്യാർത്ഥികൾപ്പെട്ട ആളുകൾ പോലും ചില സ്ഥലങ്ങളിൽ പോയി അടിമയായിട്ട് നിൽക്കുന്ന എനിക്കറിയാം. അവരുടെ മനസമാധാനത്തിന് വേണ്ടി. എന്നിട്ടും അവർക്ക് പൂർണ്ണമായ ഒരു മനസമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരിക്കലും അടിമയാവാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ദൈവത്തെ തന്നെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ദൈവികമായ ഗുണങ്ങൾ, കരുണ, ദയ, സ്നേഹം, ഇതെല്ലാം നിങ്ങൾക്ക് പകർന്നു തന്നത്. എല്ലാം എല്ലാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ കണ്ണുകളാകുക. അന്ന് പറഞ്ഞാൽ നിങ്ങൾ വേദനയിൽ പോലും
വേദനയിൽ പോലും ആ സമർപ്പണം കാണുക. വേദനയിൽ പോലും നിങ്ങളുടെ വിഷമങ്ങളിൽ എല്ലാത്തിലും എല്ലാത്തിലും ആ പവിത്രതയിലേക്ക് മടങ്ങുക. എല്ലാത്തിലും നിങ്ങളുടെ പ്രാർത്ഥന തന്നെ അത്ഭുതത്തിന്റെ ഒരു ഒരു ശ്വസനമായി മാറുക, ശ്വാസമായി മാറുക. നാളെ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം.